ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ, എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. സോ അതിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുള്ള മുട്ടൻ പണി എന്താണ് എന്ന കാര്യമാണ് പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ ഇതിനും മികച്ച പണി വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. 8ന്റെ അല്ല 16ന്റെ പണിയാണ് CS വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ടൈം ടേബിളിനകത്ത് കാത്തിരിപ്പുള്ളത്. എന്താണെന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും നമുക്ക് എങ്ങനെ പഠിക്കാം, ഓരോ ദിവസത്തെ ഗ്യാപ്പിൽ എന്തു പഠിക്കണം എന്ന കാര്യം വിശദമായി തന്നെ നമുക്ക് വിലയിരുത്താം. സോ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുക. എല്ലാവർക്കും അറിയാം, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. 17-ാം തീയതി മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 17-ാം തീയതി നമ്മുടെ സ്വന്തം ഫിസിക്സ് അണ്ണനാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. CS കുട്ടിയാണെങ്കിൽ ഉറപ്പായും രാവിലത്തെ പരീക്ഷ കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങൾക്ക് ഏതുകൂടി പരീക്ഷയുണ്ട്? കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടി നിങ്ങളെ പരീക്ഷ കാത്തിരിപ്പുണ്ട്. സോ 17-ാം തീയതി 2 പരീക്ഷയാണ്. രാവിലെ ഫിസിക്സും ഉച്ചയ്ക്ക് ശേഷം ഏതാണ്? കമ്പ്യൂട്ടർ സയൻസുമാണ്. ഇനി 18-ാം തീയതിയിലോട്ട് വന്നാലോ? 18-ാം തീയതി നിങ്ങൾക്ക് ഫോർനൂൺ അഥവാ രാവിലെ ഏത് സബ്ജക്റ്റിന്റെ പരീക്ഷയുണ്ട്? മാത്സിന്റെ പരീക്ഷയുണ്ട്. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബയോളജി കുട്ടിയാണെങ്കിൽ കൂളാണ്. രാവിലത്തെ ഫിസിക്സ് പരീക്ഷ ഇരുന്ന് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ് ആയിട്ടിരുന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം, മാത്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. പക്ഷെ നിങ്ങളൊരു CS സ്റ്റുഡൻ്റ് ആണെങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയല്ലടാ. കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ള CS പരീക്ഷ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ? മാത്സ് പഠിക്കാൻ. ഒട്ടും തന്നെ സമയം നിങ്ങളുടെ മുന്നിലില്ല. ആ കാര്യം തിരിച്ചറിയുക. അതിനുശേഷം 19-ാം തീയതി നിങ്ങൾക്ക് എന്ത് പരീക്ഷയുണ്ട്? ബയോളജി പരീക്ഷയുണ്ട്. അത് ആഫ്റ്റർനൂൺ ആണ് ബയോളജി പരീക്ഷ. ബയോളജി സയൻസ് കുട്ടികൾക്ക്. CS കുട്ടിയാണെങ്കിൽ ഈ പറയുന്ന 19-ാം തീയതി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആണ്. കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ 19-ാം തീയതി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ ആ 19-ാം തീയതി നിങ്ങൾക്ക് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം? അടുത്ത 20-ാം തീയതി നിങ്ങളെ കാത്ത് 2 പരീക്ഷകളുണ്ട്. ഒരു പരീക്ഷമല്ല, 2 പരീക്ഷകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ലാംഗ്വേജും ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ട്. സോ രണ്ടും നിങ്ങൾക്ക് കൂളായി തന്നെ 19-ാം തീയതി ഇരുന്ന് പഠിക്കാം. ഇനി ബയോളജി സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ ബയോളജി എക്സാം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഈ പറയുന്ന 2 സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 21-ാം തീയതി, ഒരു ദിവസം പോലും ഗ്യാപ്പില്ല. 21-ാം തീയതി നമ്മുടെ സ്വന്തം എന്ത് പരീക്ഷ വരുന്നുണ്ട്? കെമിസ്ട്രി പരീക്ഷ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സെറ്റ് ഓക്കെ അല്ലേ? കൃത്യമായി തന്നെ ഏകദേശം ടൈം ടേബിൾ മനസ്സിലായില്ലേ? സോ ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സമയമുണ്ട്, പരീക്ഷയുടെ ഇടയിൽ പഠിക്കാം എന്ന ചിന്താഗതി ആദ്യം തന്നെ എടുത്തു മാറ്റുക. പിന്നെ നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രീ മോഡൽ ഉണ്ട്, ഇനി അടുത്ത മോഡൽ നടക്കുന്നുണ്ട്. അടുത്തായിട്ട് നിങ്ങൾക്ക് പബ്ലിക് പ്രാക്ടിക്കൽസ് ഉണ്ടാവും. ഈ മാസം അവസാനം തന്നെ ഉണ്ടാവും. ഒരു ടെൻഷനും നിങ്ങൾക്ക് അതിനെപ്പറ്റി വേണ്ട. സോ പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 ദിവസം ഈ പറയുന്ന മോഡൽ എക്സാമിനുണ്ട്. ആ 15 ദിവസം കട്ടയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ കൂളായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ ആ 15 ദിവസം നിങ്ങൾ പഠിക്കണം. പ്രാക്ടിക്കൽസിന് ആദ്യം നല്ല ഊന്നൽ കൊടുക്കണം. കാരണം ഈ സമയത്തിരുന്ന് മോഡൽ എക്സാമിന് പഠിച്ചാൽ ഒരു കാര്യമില്ല. പ്രാക്ടിക്കൽസിന്റെ മാർക്ക് തിയറിയുടെ മാർക്ക് പോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. സോ ആദ്യം അന്തസ്സായി തന്നെ ഇത് പഠിക്കുക, പ്രാക്ടിക്കൽസ് പഠിക്കുക. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു 15 ദിവസം ഉണ്ടല്ലോ, ഫെബ്രുവരി 1-ാം തീയതി മുതൽ കണക്കാക്കുക, 15-ാം തീയതി വരെയുള്ള ഒരു 15 ദിവസം അത് കൃത്യമായി തന്നെ എന്തിനു വേണ്ടി പഠിക്കുക, എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക? ഈ പറയുന്ന നമ്മുടെ മോഡൽ എക്സാമിന് പഠിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുക. മോഡൽ എക്സാം കഴിഞ്ഞ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് വരും? ബോർഡ് എക്സാം വരും. സോ പിന്നീട് അങ്ങോട്ട് ഒട്ടും തന്നെ സമയമില്ല. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. ഗംഭീരമായിട്ട് പഠിക്കുക മക്കളെ. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. കിഡിലൻ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയുമായിട്ട് സൈലം എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. സോ നോ വറീസ്, ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്.